കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവുമായവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. യഹോവയെ, ദേവന്മാരിൽ നിനക്ക് തുല്യവനായി ആരുമില്ല, അങ്ങേക്ക് തുല്യമായി ഒരു പ്രവൃത്തിയുമില്ല. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സഹോദരങ്ങളെ അത്യുത്തമമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ പ്രവൃത്തികൾ അതിശ്രേഷ്ഠമാണ്. അവിടുത്തെ പ്രവൃത്തികളെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ കൈ നീട്ടിയിരിക്കുന്നത് മടക്കുന്നതാര്? ദൈവം നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നതാര്? ദൈവിക പ്രവൃത്തികളെ ദുർബലമാക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ആ കരത്തിൻ്റെ വല്ലഭത്വം എത്ര ശ്രേഷ്ഠമാണ്! ഇന്നലകളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ഭുജം ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ആഴിയിലും ആഴത്തിലും എൻ്റെ ദൈവം ഇറങ്ങി വരും. തിരകളെ ചവിട്ടി മെതിക്കും. കാറ്റിനോട് അനങ്ങരുതെന്ന് കൽപ്പിച്ച ശ്രേഷ്ഠനായ ഒരു കർത്താവാണ് നമ്മുടെ. ജനത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്ന തിരകൾ, അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച കാറ്റ്, ആ ശക്തികളുടെ യേശു പറഞ്ഞു, അനങ്ങരുത്. തിരകൾ അടങ്ങി, ശാന്തത വന്നു. ഇന്ന് പകലും അവിടുത്തെ ആത്മാവിന് പറയാനുള്ളത്, നാളുകളായി നിങ്ങളെ ഭ്രമിപ്പിക്കുന്ന ചില ശക്തികളെ അടക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൂതേറ്റെടുക്കട്ടെ. നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന, ക്ലേശിപ്പിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ജയം നൽകി തരാൻ കഴിവുള്ള സർവശക്തനായൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവിടുത്തെ കരുണ തീർന്നു പോയിട്ടില്ല. 1000 തലമുറകളോളം ദൈവം വിശ്വസ്തതയും പാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമുക്ക് രാവിലെ അവിടുത്തെ ദൈവം, രാത്രി തോറും അവിടുത്തെ വിശ്വസ്തതയും ആർത്ത നന്ദിയോടെ ദൈവത്തിന് വാഴ്ത്തുകൾ അർപ്പിക്കാം. എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയം നമുക്കുണ്ടാവണം. നടത്തിയ വിധങ്ങളൊന്ന് ഓർക്കണം, കൊണ്ടുവന്ന വഴികളൊന്ന് ഓർക്കണം. അനേക പ്രിയപ്പെട്ടവർ തകർന്ന് തരിപ്പണമായപ്പോഴും കൃപയാൽ നമ്മളെ നിർത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഓർത്ത് നന്ദി പറയാൻ എപ്പോഴും തയ്യാറാകും. പലതിനും വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലഭിച്ചതിന് നന്ദി പറയാൻ, നടത്തിയതിന് നന്ദി പറയാൻ, കൊണ്ടുവന്നതിന് നന്ദി പറയാൻ, കരം പിടിച്ചതിന് നന്ദി പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? അവരുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങുകയാണ്. ദൈവാത്മാവിൻ്റെ വലിയ ചലനം വെളിപ്പെട്ടു വരികയാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് അവിടത്തേക്ക് വീണ്ടും സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ഈ ദൈവത്തെ പോലെ വലിയ ദൈവമാരുണ്ട് പ്രിയരെ. നമ്മുടെ വഴികെട്ട കുറവ് തീർക്കുന്ന, ബലഹീനരായിരിക്കുമ്പോൾ നമ്മളെ ശക്തി കൊണ്ട് അരമുറുക്കുന്ന, വീണ്ടും ഓടിക്കുവാൻ കരുത്ത് നൽകുന്ന, ക്ഷണിച്ചിരിക്കുന്നവനെ താങ്ങുന്ന, ബലഹീനരെ ഉദ്ധരിക്കുന്ന, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന, ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന, ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിന് നമുക്ക് ആരാധന അർപ്പിക്കാം. അവിടുത്തെ വഴികൾ വിശുദ്ധ വഴിയാണ്. ഒരശുദ്ധനും ആ വഴിയിലൂടെ പ്രവേശനമില്ല. ഇന്ന് പകലും കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ശ്രേഷ്ഠ വഴികൾക്കായി സ്തോത്രമെന്ന് പറയാം. നമുക്ക് തയ്യാറാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ഇന്നും കാണും. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. മാത്രമല്ല, ധൈര്യത്തോടെ നമുക്ക് ഇന്ന് പ്രഭാതത്തിനും പറയാം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
എന്ന് പ്രഖ്യാപനം ചെയ്യാൻ തൻ്റെ ജനം തയ്യാറാകട്ടെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ അവിടെ നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സുപരിതമായൊരു വാക്യം, ദാനിയേൽ 6:10. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. വിശുദ്ധനായ ദാനിയേൽ നമുക്കറിയാം, ആഹാര കാര്യത്തിൽ പോലും കൊട്ടാരത്തിൽ എങ്ങനെ വേണേലും ജീവിക്കാം, എങ്ങനെ വേണേലും പോകാം. മാതാപിതാക്കൾ കൂടെയില്ല, ഇവർ ബാബേലിൽ അടിമത്തത്തിലാണ്. പക്ഷേ കൊട്ടാരത്തിനകത്തും വിശുദ്ധി പാലിക്കുന്ന, കൊട്ടാരത്തിനകത്തും ഭക്ഷണകാര്യത്തിൽ പോലും വേർപാടനുഷ്ഠിക്കുന്ന ചില ബാലന്മാരുണ്ടായിരുന്നു. അതിലൊന്ന് ദാനിയേലായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ചെല്ലുന്ന രാജ്യങ്ങൾക്കനുസരിച്ച് കൾച്ചർ മാറ്റുന്ന പലരുമുണ്ട്. ചെല്ലുന്ന രാജ്യങ്ങൾക്കനുസരിച്ച് പ്രമാണത്തെ മാറ്റിമറിക്കുന്നവരുണ്ട്. ഏത് രാജ്യത്ത് ചെന്നാലും ഈ പ്രമാണത്തിന് വില കൊടുത്ത് നിൽക്കാൻ തയ്യാറാവണം, വചനത്തിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. ഞാൻ വേഗത്തിൽ ദൂതിലേക്ക് വരട്ടെ. പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ദാനിയേൽ, വിശ്വസ്തനായിരുന്നു, ദൈവം മുൻപാകെ നീതിമാനായിരുന്നു. ആവർത്തിച്ച് പറയുന്നു, പ്രമാണത്തിന് വേണ്ടി നിന്നവനായിരുന്നു. തന്നെത്താൻ അശുദ്ധനാക്കത്തില്ലെന്ന് തീരുമാനമെടുത്തവനായിരുന്നു. ദൈവം തള്ളിക്കളയോ? രേഖ വിപരീതമെന്ന് എഴുതിയത് താൻ അറിഞ്ഞപ്പോൾ നിരാശ വന്നില്ല. നമ്മളന്ന് ചോദിക്കും, ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ആരാധിച്ചിട്ട്, ഞാൻ ദൈവത്തെ സ്തുതിച്ചിട്ട്, വിശ്വസ്തയോടെ നടന്നിട്ട് ഇതാണോ എനിക്ക് സംഭവിച്ചത്? അതും നോർമൽ കാര്യമാണോ? സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ഇടുക, ജീവൻ നഷ്ടപ്പെടുത്തുക. ദാനിയേൽ ഭയപ്പെട്ടില്ല. ഇത് അറിഞ്ഞപ്പോൾ താൻ നേരത്തെ പ്രാർത്ഥിച്ചതുപോലെ മുട്ടുകുത്താൻ തയ്യാറായി. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, മുട്ടുകുത്തുന്നവൻ്റെ മുമ്പിൽ ചിലതിൻ്റെ വായടയ്ക്കുന്ന ദൈവം, കീറിക്കളയാൻ നിൽക്കുന്ന, തകർക്കാൻ നിൽക്കുന്ന, ബാക്കി വെക്കത്തില്ലെന്ന് പറയുന്ന, ഇനിയും നിന്നെ ജീവിപ്പിക്കത്തില്ലെന്ന് പറയുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് പറഞ്ഞ് വാദിക്കുന്ന, ഇനിയും നീ ഇങ്ങനെ നിൽക്കുന്നത് കാണട്ടെ, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവനെ ഒതുക്കുമെന്ന് വാദിക്കുന്ന ദേശത്തിൻ്റെ അധിപതിയുടെ ശക്തിയുടെ മേലിന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലതിൻ്റെ വായടയും. പ്രൈസ് ദ ലോർഡ്. സപശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ കാരാഗ്രഹത്തിലിറങ്ങി. പ്രാർത്ഥന ദൂതനെ കാരാഗ്രഹത്തിലിറക്കും. പ്രാർത്ഥന 2 കീറിക്കളയാൻ വരുന്നതിൻ്റെ വായടയ്ക്കും. ദാനിയേൽ അവിടുന്ന് പുറത്തു പോകാതെ സിംഹങ്ങൾക്ക് വായ തുറക്കാൻ പറ്റില്ല. മനസ്സിലായോ? പ്രാർത്ഥന 3 പട്ടണത്തിന്റെ നടുവിൽ അത്യുച്ചത്തിൽ കൈപ്പോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച മൊർദെഖായി, ഇപ്പുറത്ത് പ്രാർത്ഥിച്ച എസ്തറെ, നിങ്ങൾക്കെതിരെ എഴുതിയ രേഖ തിരുത്തപ്പെടും. 3 പ്രാർത്ഥിക്കുന്നവന് നേരെ എഴുതിയ രേഖ നിലനിൽപ്പിനെതിരെ, നിന്റെ കുലത്തിനെതിരെ, നിന്റെ ഇരുപ്പിനെതിരെ വാദിച്ചു നിൽക്കുന്ന സാമാന്യ ശക്തിയുടെ പദ്ധതികളെ തകർക്കുന്നതാണ് പ്രാർത്ഥന. എത്ര പേർ ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുക്കും? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി രേഖകൾ തിരുത്തുന്നു, ചിലതിൻ്റെ വായടയുന്നു. ഇറക്കേണ്ടടുത്ത് ദൂതനെ സ്വർഗം ഇറക്കി പുറത്തു കൊണ്ടുവരേണ്ടതിനെ, പദ്ധതിയുള്ളതിനെ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്യുക. രേഖ വിപരീതമെന്ന് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ, അറിയുമ്പോൾ, നിലനിൽപ്പ് അപകടത്തിലാകുമ്പോൾ, ഒരുമിച്ച് നിൽക്കാൻ പറ്റത്തില്ലെന്ന് പിശാച് പറയുമ്പോൾ, നിന്റെ ശരീരത്തോട് വാദിക്കുമ്പോൾ, ധൈര്യം ചോർന്നു പോകരുത്. പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയാണോ സംഭവിച്ചത്, ദൈവത്തിന് ചിലത് തെളിയിക്കണം. വിശ്വസ്തനാണ്,
പ്രാർത്ഥനാ മനുഷ്യൻ ആരാണ്? വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവൻ ആരാണ്? കഴിഞ്ഞ മിനിറ്റ് വരെ നിന്നെ ഒതുക്കാൻ നോക്കിയവരുടെ മുമ്പാകെ നീ ആരാന്ന് ദേശത്ത് തെളിയിക്കുന്ന നിമിഷമാത്. നിന്റെ തലമുറകൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ആയിട്ടില്ലല്ലോ എന്ന് പറയുന്നവരുടെ മുൻപാകെ അവരെ ഉദ്ധരിക്കുന്ന ദൈവമുണ്ടെന്ന് ദൈവം കുടുംബക്കാരുടെ ഇടയിലും ചർച്ചക്കാരുടെ ഇടയിലും തെളിയിക്കാൻ പോകുക. പ്രാർത്ഥിക്കുന്ന സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമുണ്ട്. പ്രാർത്ഥിക്കുന്ന എലിസബത്തെ, നിന്റെ നിന്ദകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചില കുടുംബങ്ങളോട് ദൂത് പറയുന്നു. രേഖകൾ വിപരീതമാകുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, നിലനിൽക്കാൻ പറ്റത്തില്ലെന്ന് പിശാച് വാദിക്കുമ്പോൾ, നിനക്കെതിരെ അണിയറയിൽ പദ്ധതി ഒരുക്കുമ്പോൾ, ഒരുക്കിയവൻ വീഴും, നീ വീഴത്തില്ല. പദ്ധതി ഒരുക്കാൻ നോക്കിയവനെ സിംഹങ്ങൾ തകർത്തു, ഇല്ലേ? കൊണ്ടുപോയി ഇടാൻ ശ്രമിച്ചവരെ സിംഹങ്ങൾ എല്ലുപോലും തകർത്ത് കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. ശാദ്രക്കിനെ മേശകിനെ തീയിലേക്ക് ഇടാൻ കൊണ്ടുപോയവരെ തീ തകർത്ത് കളഞ്ഞപ്പോൾ തീച്ചൂളയുടെ അകത്തും പ്രമാണത്തിന് വേണ്ടി നിന്ന വണങ്ങണ്ടവനെ വണങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥനാ മനുഷ്യരായിരുന്ന ഒരു ജനത്തെ ദൈവം വിടുവിക്കാതിരിക്കുമോ? സൗഖ്യമാക്കാതിരിക്കുമോ? പുറത്തു കൊണ്ടുവരാതിരിക്കുമോ? നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ചെയ്യിപ്പിക്കാതിരിക്കുമോ? നിന്റെ തറമുറ ഉദ്ധരിക്കാതിരിക്കുമോ? എത്ര പേർ സ്തോത്രം ചെയ്യും? യേശുവിൻ്റെ നാമത്തിൽ ചില രേഖകൾ ഇന്ന് പകൽ തിരുത്തപ്പെടുക. നിന്റെ നിലനിൽപ്പിനെതിരെ, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ, ഹല്ലേലൂയ, നിന്റെ മിനിസ്ട്രിക്കെതിരെ, ദേശത്തുള്ള നിന്റെ നിലനിൽപ്പിനെതിരെ, ആരോഗ്യത്തിനെതിരെ, സൗഖ്യത്തിനെതിരെ കൊണ്ടുവന്ന ചില തന്ത്രങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവന് പൊട്ടിക്കാൻ പോകുക. വിശ്വസിക്കൂ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കൂ, പ്രമാണത്തിന് വേണ്ടി നിൽക്കൂ, ചട്ടപ്രകാരം പോരാടൂ. ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽ വരിക. യേശുവിൻ്റെ നാമത്തിൽ ജനം വിടുവിക്കപ്പെടട്ടെ, സൗഖ്യമാകട്ടെ, ചില രേഖകൾ തിരുത്തപ്പെടട്ടെ, ചില ബ്ലാക്ക് ലിസ്റ്റുകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില അധികാരങ്ങൾ എഴുതിയ രേഖകളെ പിൻവലിപ്പിക്കുന്ന പ്രാർത്ഥന, ചിലതിനെ കർത്താവെ പുറത്തു കൊണ്ടുവരുന്ന പ്രാർത്ഥന, ചിലതിനെ ആത്മാവിൽ പണിഞ്ഞ സജ്ജമാക്കുന്ന പ്രാർത്ഥന ഇന്ന് പകൽ ജനത്തിൻ്റെ ഇടയിൽ വ്യാപരിക്കട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. വെളിപ്പാടുകൾ ജനത്തിൻ്റെ മേൽ ദൈവം നൽകുന്നതിന് സ്തോത്രം. സകല മഹത്വം വഹിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പലതും കണ്ട് പരിഭ്രമിക്കരുത്. അതിൻ്റെ മുന്നിൽ മുട്ടുകുത്തു. വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കൂ. കർത്താവ് വലിയവൻ. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.